ഹായ് ഗൈസ്. സോ നമ്മളെ $10,000 ട്രേഡിംഗ് ചാലഞ്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ 10,000 ചാലഞ്ച് എല്ലാം ട്രേഡിംഗ് അല്ല ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. സംഭവം അവർ പറയുന്നതിൽ ചെറിയ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഈ $10,000 ചാലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പ്യുവർലി ഗാംബ്ലിംഗ് ആണ്. ഒരിക്കലും പോസിബിൾ അല്ല $10,000 $10,000 ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നാക്കാൻ ഒരു കാരണവശാലും അത് ഇമ്പോസിബിൾ സിനാരിയോ ആണ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ മറ്റേ പണ്ടാരോ പറഞ്ഞ ഈ വലിയ വലിയ ട്രേഡേഴ്സിനെല്ലാം ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടും ഇത്രയും റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ടും ഓരോരോ സ്ട്രാറ്റജി വെച്ചിട്ടും ഒന്ന് ട്രേഡ് എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ചുമ്മാ അങ്ങനെ ഗാംബ്ലിങ് ചെയ്ത് പോയാൽ മതിയല്ലോ. അത് പോസിബിൾ അല്ല ഒരിക്കലും. ഗാംബ്ലിങ് ചെയ്താൽ പോലും 10,000 പോസിബിൾ അല്ല. പിന്നെ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ട്രേഡ്, അതായത് ലോസ് റിസ്ക് റിവാർഡ് റേഷ്യോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ഒരു സെറ്റ് ഓഫ് നമ്മൾ എന്തെങ്കിലും റൂൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് കറക്റ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പോസിബിളാണ്. 10,000 എന്നല്ല, 10,000-100,000 വരെ പോസിബിളാണ്. കാരണം നമ്മൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് 10,000 ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ട്രേഡ് എടുക്കുന്നത്. അത് പതുക്കെ 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 ഇൻക്രീസ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് 10 ആദ്യം $100 ആക്കുക. എന്നിട്ട് പിന്നെ ആ 100 പിന്നീട് $200 ആക്കുക. പിന്നെ അത് 300. അങ്ങനെ പതുക്കെ പതുക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോസിബിളാണ്. ആരാ പറഞ്ഞ് ഇമ്പോസിബിളാണെന്ന്? ഒരിക്കലും തെറ്റാണ് അതൊക്കെ. അങ്ങനത്തെ ധാരണകളൊക്കെ, അതായത് ഗാംബ്ലിംഗ് ആണെന്നൊക്കെ പറയുന്നത് അവർ ചിലപ്പം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ. എല്ലാ ട്രേഡേഴ്സിനും ബിഗിനേഴ്സിലൊക്കെ വരുന്ന പ്രശ്നമാണ്. അതായത് ട്രേഡിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സ്വന്തമായിട്ട് ചെയ്തിട്ട് അത് മൊത്തത്തിൽ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് ഒഴിവാക്കുക. അത് മാർക്കറ്റ് ഫേക്കാണ്, അല്ലെങ്കിൽ ഇത് ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ ഒന്ന് ശരിക്കും വിലയിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഉള്ളിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മൾ ലോസ് ഉണ്ടാക്കി എന്നുള്ളത്. മെയിൻ പാർട്ട് നമ്മളെ സൈക്കോളജിയാണ്. നമ്മളത് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ട്രേഡിങ്ങിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് വാസ്തവം. മാർക്കറ്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടേയിരിക്കും. മാർക്കറ്റ് നിങ്ങളെ കാലശേഷം മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം മാർക്കറ്റിൽ നമ്മൾ വെറുതെ വാശി പിടിച്ച് നമ്മളെ കൊണ്ട് പറ്റാത്ത പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റ് എത്ര റിസ്ക് എടുക്കാൻ പറ്റുമോ ആ റിസ്ക് നമ്മൾ നോക്കുക. കറക്റ്റ് നമുക്കൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കുക, ആ സെറ്റപ്പിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇത് ഇവിടുന്ന് ഇപ്പോൾ നോർമലി ഒരുവിധം എല്ലാവർക്കും ഫോമോ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ക്യാൻഡിൽ എല്ലാ ബിഗിനേഴ്സിനും വരുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഞാൻ 1 മിനിറ്റ് കാണിച്ചു തരാം ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായതെന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ മൂവ്മെൻറ്റ് വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടുന്നെങ്കിലും ബിഗിനേഴ്സ് ട്രേഡേഴ്സാണ് ഇതിനെ നോക്കിയിട്ട് ഇവിടുന്ന് ഫോമോ ക്രിയേറ്റ് ചെയ്യും, ഇവിടുന്ന് എവിടെന്നെങ്കിലും എൻട്രി ചെയ്യും. ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നോക്കാത്ത കാര്യം 15 മിനിറ്റ്സിലൊക്കെ ഇവിടെ ഇതുണ്ടോ, ഇവിടെ പക്ക സെല്ലിങ് പോയിൻ്റാണ്. ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്. സ്ട്രോങ് സെല്ലിങ് ഹാൻഡിലാണ് കഴിഞ്ഞ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എന്താ പറയുക, വെറുതെ കയറി മാർക്കറ്റിൽ ട്രേഡ് അതിൻ്റെ സെറ്റപ്പോ കാര്യങ്ങളൊന്നും അറിയാതെ ട്രേഡ് എടുത്തിട്ട് അത് ലോസ് വന്നു കഴിഞ്ഞ് പിന്നെ ക്യാപിറ്റൽ വൈപ്പൗട്ടായ അപ്പം കുറേ പേരുണ്ടാവും പറയണം ഇത് പക്ക ഗാംബ്ലിംഗ് ആണ്, ട്രേഡിങ് നടക്കില്ല, ട്രേഡിങ് കൊണ്ട് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയണ ടീമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് ഡിസിപ്ലിൻഡായിട്ട് പേഷ്യൻ്റായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമേ മാർക്കറ്റ് റിവാർഡ് ചെയ്യാറുള്ളൂ. ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ആളുടെ നിന്നൊക്കെ മാർക്കറ്റ് പൈസ കൊണ്ടുപോകും. അപ്പം അതാണ് അതിൻ്റെ ഒരു ഗെയിം. സോ അത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിൽ ഡെയിലി പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിരുന്നാൽ ചില ബിസിനസ്സിൽ അങ്ങനെ പ്രോഫിറ്റ് ഡെയിലി കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. ചില ദിവസം ലോസ് ആയിരിക്കും. അപ്പോൾ ആ ലോസ് ബുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, ലോസ് ബുക്ക് ചെയ്യുക, അതല്ലാതെ വേറെ ഇതില്ല. അപ്പോൾ ഡ്രോ ഡൗൺ വരും. ചിലപ്പോൾ ഇതിപ്പോൾ $60, ഞാൻ ഇനിയിപ്പോൾ കഴിഞ്ഞ ട്രേഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ
$62 ആയിരുന്നു. $2 ഞാൻ അതിൻ്റെ ശേഷം സ്റ്റോപ്പ് ലോസ് അടിച്ചു. $60 ആയി. പിന്നെ ഇന്നലെ ഒരു ട്രേഡ് എടുത്തിരുന്നു. നിങ്ങൾ ഇന്നലത്തെ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തത് കോസ്റ്റ് കട്ട് ചെയ്ത് നോക്കി. അതാണ് ഇവിടെ ഇൻഫാക്ട് $0.13 വിച്ച് ഈസ് കോസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി. അത് ഞാൻ റിസ്ക് ഫ്രീ ആക്കിയായിരുന്നു ട്രേഡ് റിവേഴ്സിൽ പോകുമ്പോൾ. ഇവിടെ നിന്നായിരുന്നു ഇന്നലെ നമ്മൾ ട്രേഡ് എവിടെ നിന്നായിരുന്നു എടുത്ത്. ഓക്കെ, ഇന്നലെ നമ്മൾ ഈ പോയിന്റ് ഇവിടുന്ന് ഉള്ള റിജക്ഷൻ കണ്ടു. ഇവിടെ നമ്മൾ എടുത്തിട്ടില്ല ട്രേഡ്. നമ്മൾ ട്രേഡ് എടുത്തത് ഈ ക്യാൻഡലിൻ്റെ ശേഷമായിരുന്നു. ഓക്കെ, ഈ ക്യാൻഡലിൻ്റെ ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത് ഇന്നലെ. ഇവിടുന്ന് ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ഇവിടുന്ന് നമ്മൾ പക്ക ട്രേഡ് എടുത്തു. അതിൻ്റെ ശേഷം നമുക്ക് ഇത് 23 നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി തരാം. ഈ ക്യാൻഡിൽ 15 മിനിറ്റ്സ് ഇവിടെ നിന്ന് നമുക്ക് ഈ സ്പൈക്ക് ഈ സ്പൈക്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് മീൻസ് കോസ്റ്റ് കട്ടായി ട്രേഡ്. ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിന് ശേഷം വന്ന മൂവ്മെൻ്റ് ഉണ്ടോ. ഇപ്പം നമ്മളെ എസ്റ്റിമേഷൻ കറക്റ്റായിരുന്നു, പക്ഷെ ചില സമയത്ത് മാർക്കറ്റ് അതിനനുസരിച്ച് റിവാർഡ് തന്നോളുന്നില്ല. പിന്നെ ഇത് ബുള്ളിഷ് ആയിരുന്നു ഇന്നലെ. ഇത്രയും ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ ആ റിസ്ക് എടുത്തിട്ട് അത് ഞാൻ റിസ്ക് ഫ്രീ ആക്കിയിട്ടില്ലെങ്കിൽ ആർക്കറിയാം, മാർക്കറ്റ് ഇവിടുന്ന് ചിലപ്പം വലിയ സ്പൈക്ക് അടിച്ച് വീണ്ടും മുകളിലോട്ട് പോകും. നമുക്ക് മാർക്കറ്റിൻ്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും അങ്ങനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എത്ര വലിയ ട്രേഡറായാലും. നമ്മൾ കറക്റ്റ് അതിൻ്റെ റിസ്ക് റിവാർഡ് എടുക്കുക, അത് വർക്കൗട്ട് ആവുന്നുണ്ടോ നോക്കുക. ഓരോരോ നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കറ്റിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതായത് ഏകദേശം അതിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ എങ്ങനെയാണ്, ലിക്വിഡിറ്റി എവിടെ നിന്നാണ് ഉണ്ടാവുക മാർക്കറ്റിൽ, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ബൈ അടിച്ചവരെ മൊത്തം ലിക്വിഡേറ്റ് ചെയ്തു മാർക്കറ്റ്. ഈ സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് എത്ര പോയിന്റിനാണ് വരുന്നത് നോക്കി, എത്ര പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് നോക്കിയാൽ മാർക്കറ്റ്. ഇതൊരു ബ്രേക്ക് ഔട്ട് പോലെ ആയിരുന്നു. ഇവിടെ ട്രെൻഡ് ലൈനുണ്ട്, അതായത് 4 ഹവറിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോലെ കീപ്പ് വരുന്നുണ്ട് കണ്ടോ മാർക്കറ്റിൽ. ഇൻഫാക്റ്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അഥവാ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് റിയൽ ബ്രേക്ക് ഔട്ടാണ്. ഞാൻ ഇൻഫാക്റ്റ് ഇവിടുന്ന് ബൈ എടുക്കുകയാണ്. മാർക്കറ്റ് ബൈയിങ് ട്രെൻഡിലാണ് പോകുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് ബൈയിങ് അടിച്ചിട്ടുള്ളത്. ഇൻഫാക്റ്റ് തിരിച്ച് റിവേഴ്സിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ ലോയിൽ നമ്മൾ ട്രേഡ് കട്ടാക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പോക്ക് കണ്ടപ്പം ഞാനൊരു റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യായിരുന്നു. മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് തന്നു. ഇനി ഇൻ കേസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രേഡും കൂടെ നോക്കാം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ മാർക്കറ്റിൻ്റെ സൈക്കോളജി ആദ്യം പറയാൻ കാരണം ഇതാണ്. മീൻസ് പേഷ്യൻസ് ഇല്ലാതെ നമ്മൾ ഒരുപാട് ട്രേഡ് എടുത്തു കൂട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഗോൾഡിൽ ട്രേഡ് അവോയ്ഡ് ചെയ്തതാണ് ഗൈസ്. ഗോൾഡ് ഭയങ്കര ചോപ്പി മാർക്കറ്റാണ്, തീരെ മൂവ്മെൻ്റ് ഇല്ല ഗോൾഡിൽ. ഞാൻ കാണിച്ചു തരാം ഗോൾഡിൻ്റെ സ്ഥിതി എന്താണ്. ഗോൾഡ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ് ഇപ്പോഴും ദിവസങ്ങളോളമായിട്ട്. 1-ാം തീയതി അതായത് December 1 തൊട്ടിട്ട് ഈ റേഞ്ചിൻ്റെ അകത്താണ് മാർക്കറ്റ് മൊത്തം ഗോൾഡ്. അതും ട്രാപ്പിയാണ്. മൊത്തം ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്യാൻഡിലും എത്രത്തോളം ട്രാപ്പി ക്യാൻഡിൽസ് ആണെന്നുള്ളത്. സോ ഞാൻ ഗോൾഡ് ഈ സമയത്ത് അവോയ്ഡ് ചെയ്യാണ്. ഇൻ കേസ് നമുക്കൊരു പക്ക ഗോൾഡിലൊരു ലെവൽ തരാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ട്രേഡ് നോക്കാം. ഇതുവരെ നമുക്കൊരു പ്രോപ്പർ ക്ലോസിങ് എവിടെയും തന്നിട്ടില്ല. ഇത് ഇവിടെ ഈ യെല്ലോ ലൈൻ കാണുന്നില്ലേ, ഇതൊരു സോണാണ്. ഇൻഫാക്റ്റ് ഈ സോണിൻ്റെ താഴെ മാർക്കറ്റ് കറക്റ്റ് ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിങ് ആണെങ്കിൽ
ഡൗൺ ട്രെൻഡിലോട്ട് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും പിന്നെ അത്യാവശ്യം നല്ല ഡൗൺ ട്രെൻഡ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടെ ഒന്നും പിന്നെ വേറെ ലെവലില്ല. വേറെ സപ്പോർട്ട് ലെവൽ ഇവിടെയൊക്കെ കുറവാണ്. ചെറിയ ചെറിയ സപ്പോർട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ. മിക്കവാറും അഗ്രസീവായിട്ട് സെല്ലിങ് വരും. ഇവിടുന്ന് ഇത്രയും ദിവസം ഇവിടെ കിടന്ന് കളിച്ചിട്ട് ഇവിടുന്ന് അഥവാ സെല്ലിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നല്ല അഗ്രസീവ് സെല്ലിംഗ് ആയിരിക്കും വരിക. ഏകദേശം ഈ ഒരു പോയിന്റ് വരെ വരാൻ ചാൻസ് ഉണ്ട്. 4050 റേഞ്ചിലോട്ട് വരും. സോ ലെറ്റ്സ് സി. എന്തായാലും നമ്മൾ ബിറ്റ് കോയിനിൽ ട്രേഡ് എടുത്ത സ്ഥിതിക്ക് ബിറ്റ് കോയിൻ ട്രേഡ് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഈ 1 hour ക്യാൻഡിൽ പ്രോപ്പർ ഗ്രീൻ ക്ലോസ് ചെയ്യണം അതിൻ്റെ ഈ ലൈനിൻ്റെ മുകളിൽ. അല്ലെങ്കിൽ കുറച്ച് പ്രതീക്ഷ ഉണ്ട്. 15 minutes ലെഫ്റ്റ് ഫോർ 30 minutes ക്യാൻഡിൽ. 30 minutes ക്യാൻഡിലും പ്രോപ്പർ ക്ലോസിങ് തരാണെങ്കിൽ പ്രതീക്ഷ ഉണ്ടാവും. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും പക്ക. അതായത് ഇത് അവിടുന്ന് റിവേഴ്സൽ വന്നിട്ട് താഴെ ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ലിക്വിഡിറ്റി മാർക്കറ്റിന് കിട്ടാനില്ല. കാരണം ഓൾറെഡി ഇത്രയും പേര് ഇവിടുന്ന് ബൈ അടിച്ചിട്ടുണ്ടാവും. അവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും. ഈ ക്യാൻഡലിൻ്റെ താഴെ ഉണ്ടാവും. അഥവാ റിവേഴ്സൽ വരാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ട്രേഡ് ആയിരിക്കും സെല്ലിങ്ങിന്. സെല്ലിങ് അത്യാവശ്യം നല്ല അഗ്രസീവ് സെല്ലിങ്. ഇത് ഈ ഒരു റേഞ്ചിൻ്റെ താഴോട്ട് വന്ന് ഇതും ക്രോസ് ചെയ്യാനാണ് ചാൻസ്. മിനിമം ഏകദേശം ഈ റേഞ്ച് വരെ വരാൻ ചാൻസ് ഉണ്ട് അഥവാ സെല്ലിങ് വരാണെന്നുണ്ടെങ്കിൽ. കാരണം പിന്നെ ഇവിടെ ഈ ക്യാൻഡിൽസിലൊന്നും വേറെ സപ്പോർട്ടില്ല. പ്രൈസ് ആക്ഷൻ അറിയാവുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുണ്ടാവും. ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ വലിയ നല്ല ക്ലോസിങ് അല്ല തന്നിട്ടുള്ളത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇതിന് മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. ഈ ലൈനിൻ്റെ മുകളിൽ തേർട്ടീൻ മിനിറ്റ്സ് ലെഫ്റ്റ്. നമുക്ക് 5 മിനിറ്റിൽ മോണിറ്ററിങ് ചെയ്യാം. റിസ്ക് റിവാർഡ് നമുക്ക് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവാർഡ് ഏകദേശം നമുക്ക് ലെവൽ എത്ര വരെ കിട്ടും എന്നുള്ളത് നോക്കാം. അഥവാ ഈ ക്യാൻഡിൽ പെർഫെക്റ്റ് ക്ലോസിങ് തരാണെങ്കിൽ ടേക്ക് പ്രോഫിറ്റ്. ഈ ഒരു ലെവൽ വരെ കിട്ടേണ്ടതാണ്. ഇത് ഈ ട്രേഡ് എടുത്തതിൻ്റെ ശേഷം മാർക്കറ്റിന് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലോട്ട് വരാതിരുന്നാൽ മതി. കാരണം അത്രയും ബോറിങ് പരിപാടി വേറില്ല. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തരാം. മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഡെയിലി ഞാൻ ഇരിക്കുന്ന സമയത്ത് മൊത്തം മൂവ്മെൻറ്റും സ്ലോ ആയി ആകെ ബോറിങ് മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് വീഡിയോ ഭയങ്കര ലെങ്തിയാവുന്നത്.
സോറി ഗൈസ്, ഇത് ഇടയ്ക്ക് ഞാൻ കോള് വരുമ്പോൾ മ്യൂട്ടാക്കണം, ആ സമയത്ത് പിന്നെ അൺമ്യൂട്ടാക്കാൻ മറന്നുമാണ്. നിങ്ങൾ ഈ ചാനൽ കണ്ടല്ലോ, ഈ ചാനലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 വീഡിയോ മുമ്പ് എങ്ങാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇത് ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 4 ഹവറിൽ ഈ ഒരു പാറ്റേൺ ആണ് മാർക്കറ്റ് ഇപ്പോൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ബൈ, പിന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് സെൽ, അങ്ങനെ ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചാൻസും ഇത് മാർക്കറ്റ് ബുള്ളിഷാണ്, പതുക്കെ പതുക്കെ മുകളിലോട്ടാണ് പോകുന്നത്. സോ കൂടുതൽ ചാൻസും മാർക്കറ്റ് അഥവാ 4 ഹവർ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലോട്ട് വന്നിട്ട് ക്ലോസ് ചെയ്യാണ്. 4 ഹവറിന് ഇനിയും 1 ഹവർ ബാക്കിയാണ്. ഇൻഫാക്റ്റ് ഇവിടുന്ന് റിജക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇനി മുകളിലോട്ട് വന്നിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇനി ഇവിടെ പോയിട്ടേ നിൽക്കത്തുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് റിജക്ഷൻ വന്നെങ്കിൽ അതായത് സെല്ലിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് സെല്ലേ ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ കൂടുതൽ ചാൻസും ഈ പാറ്റേൺ കീപ്പ് ചെയ്യുന്നതിനുണ്ട് സെല്ലിനാണ് പിന്നെ ചാൻസ്. അല്ലെങ്കിൽ പിന്നെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് തരണം. വാ, എത്ര പേരെ ലിക്വിഡേറ്റ് ചെയ്ത് കാണും ഈ ഒരു സമയം കൊണ്ട് മാർക്കറ്റ്. അത്രയും ഫാസ്റ്റ് മൂവ്മെൻറ്റ്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, സി 1 മിനിറ്റിലുള്ള ഈ മൂവ്മെൻറ്റും അവിടെ നിന്ന് ഇങ്ങോട്ട് സെല്ല് വന്നതിൻ്റെ മൂവ്മെൻറ്റ് നോക്കി നോക്കിയാൽ ഫോമോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ ബൈ അടിച്ചവരുണ്ടാവും. ഈ ക്യാൻഡിലൊക്കെ കണ്ടിട്ട് ബൈ അടിച്ച് കയറിയവരുണ്ടാവും. ഈ കമൻറ്റ് ചെയ്ത ഇതിലൊക്കെ ഉള്ള ടീമില്ലേ, ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്ന മാർക്കറ്റ്, ആ സമയത്ത് കയറിയവരൊക്കെ ഒറ്റയടിക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയി. അത് സ്റ്റോപ്പ് ലോസ് ഇടാതാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ അക്കൗണ്ട് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ബ്ലോ അപ്പ് ആയിട്ടുണ്ടാവും, അക്കൗണ്ട് ബ്ലോ ആവും. ചെറിയ $10 ഒക്കെ അക്കൗണ്ടിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ ബൈ അടിച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇവിടെ എത്തുമ്പോഴേക്കും സ്റ്റോപ്പ് ഔട്ട് ആവും. നമ്മൾ ഇത്രയും നേരം കിട്ടുന്ന തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ അടിച്ചതുകൊണ്ടാണ്. ഇതും നമുക്കൊരു ഉറപ്പുമില്ല, മാർക്കറ്റ് ചിലപ്പോൾ നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് എടുക്കും ഇവിടുന്ന്. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളെ റിസ്ക് കുറവാണ്, അങ്ങനെ സമാധാനിക്കാമല്ലോ. നമ്മൾ ചെറിയ റിസ്കിലാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റിസ്ക് റിവാർഡ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ നശിപ്പിക്കാതിരിക്കുക. കളിച്ച് നമ്മളെ ക്യാപിറ്റൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ബൈ അടിച്ച് മുകളിൽ നിന്ന് പിന്നെ സെല്ല് വരുന്ന കാണുമ്പോൾ വീണ്ടും സെല്ലടിച്ച് ഒരുപാട് റിസ്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ എടുത്ത്, അങ്ങനെ ഈ എന്താ പറയുക, ഒരു ലക്കും ലെവലും ഇല്ലാത്ത ട്രേഡുകൾ കുറേ എടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിൽ. ആ സൈക്കോളജി ആദ്യം കറക്റ്റാക്കുക. ഓക്കെ, ബൈയിങ് ഒരു ബയസ് ഉണ്ടാക്കുക മാർക്കറ്റിൽ. ലോങ് ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടുവരിക. ലോങ് ടൈം ഫ്രെയിമിൽ പറയുമ്പോൾ ഡെയിലി ക്യാൻഡിൽ ആദ്യം നോക്കുക, എങ്ങനെയാണ് പ്രീവിയസ് ക്ലോസിംഗ് ഒക്കെ തരുന്നത്. അതിൻ്റെ ശേഷം 4 ഹവർ നോക്കുക, അതിൻ്റെ ശേഷം 1 ഹവർ നോക്കുക. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 3 ഈ 1 ഹവർ 30 മിനിറ്റ് 15 മിനിറ്റ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ബുള്ളിഷാണ് മാർക്കറ്റ് കാണുന്നതെങ്കിൽ കൂടുതൽ ചാൻസും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത് ബൈയിങ് ട്രേഡിനാണ്. ആ ബുള്ളിഷ് മാർക്കറ്റിൽ കൂടുതൽ സമയം ബൈയിങ് ട്രേഡിന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ബൈയിങ് വരുന്ന സമയത്ത് നല്ല സ്ട്രെങ്ത്തിൽ ബൈയിങ് വരും. ഇൻഫാക്റ്റ് ട്രാപ്പി മാർക്കറ്റ് അല്ലെങ്കിൽ ചില സമയത്ത് മാർക്കറ്റ് ഫേക്ക് ആയിട്ട് ബ്രേക്ക് ഔട്ട് തരും. ഇപ്പോൾ സപ്പോസ് ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ഇത് താഴെ വന്ന് ക്ലോസ് ചെയ്യും, ഇവിടെ വന്ന് ക്ലോസ് ചെയ്യും. നമ്മളത് ടൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ സ്പ്രെഡിൽ നമ്മൾ ക്ലോസ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം 15 മിനിറ്റിൽ $3 ലോസ് എടുക്കാം. കാരണം ഭയങ്കര ടൈറ്റ്. നെവർ മൈൻഡ്. കാരണം ഈ റിജക്ഷൻ കാണുമ്പോൾ ഒരു പേടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ
ഇത് കുറച്ചുകൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് റിസ്ക് കുറച്ചുകൂടെ കൂട്ടി. സത്യം പറഞ്ഞാൽ റിവാർഡ് ഞാൻ റിസ്ക് ടു റിവാർഡ് അത്യാവശ്യം വലിയ റിവാർഡാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിസ്ക് $5 വരെയൊക്കെ കൊണ്ടുവരാം. ബട്ട് എനിക്ക് ഈ റിജക്ഷൻ വലിയ വിശ്വാസം വരുന്നില്ല. ഈ റിജക്ഷൻ കണ്ടിട്ടെ മാർക്കറ്റ് ഇത്രയും വലിയ റിജക്ഷൻ വന്നിട്ട് ഇനി ഇവിടെ നിന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഇനി താഴോട്ടേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാലും ചിലപ്പോൾ ഇവിടേക്കും വരാൻ ചാൻസ് ഉണ്ട് ക്യാൻഡിൽ. സോ ഇനി ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2.44 പോകത്തുള്ളൂ. ഇൻഫാക്റ്റ് ഇനി അതിൻ്റെ ശേഷം വീണ്ടും ബൈയിങ് പോകണേ ഒന്നുകൂടെ ബൈ അടിക്കണം. വൈ നോട്ട്? പക്ഷേ ഇവിടുന്ന് ഇത് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബൈ അടിക്കാൻ പറ്റത്തില്ല. കാരണം ഉറപ്പായിട്ടും ഒരുപാട് പേരെ സ്റ്റോപ്പ് ഔട്ട് ചെയ്യും. ഇപ്പം നമ്മളെ ഓൾറെഡി നമ്മളെ എത്രയായിരുന്നു $2.44 സ്റ്റോപ്പ് ലോസ് എടുത്തു. ഇൻഫാക്ട് $3 മുകളിൽ നമുക്ക് അതിൽ പ്രോഫിറ്റ് കാണിച്ചിരുന്നു. ഇവിടുന്ന് ഞാനൊരു ബൈയും കൂടെ ട്രൈ ചെയ്യാണ്. ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇത് അഥവാ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയും കൂടെ അടിക്കും. 5 മിനിറ്റ് മുകളിൽ ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ മുകളിൽ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു സംഭവം മനസ്സിലാവും. ഞാനിത് നേരത്തെ പറഞ്ഞില്ല, ഇത് കുറച്ച് നേരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ നമ്മളെ എടുത്തിട്ട് ടൈറ്റായി, ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ടൈറ്റായിട്ട് അങ്ങനെ ഇടാറില്ല. പക്ഷേ ഈ ഒരു പേടി കൊണ്ടാണ്, ഈ ക്യാൻഡിലിൻ്റെ വരവ് കണ്ടിട്ടുള്ള പേടി കൊണ്ടാണ് ടൈറ്റ് ഇട്ട്. അത് ആ സ്പ്രെഡിൽ തന്നെ നമ്മളിത് കവറായി പോകും. മാർക്കറ്റിൽ സ്പ്രെഡും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ഔട്ടായി. നമ്മൾ സ്റ്റോപ്പ് ഔട്ടായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ടോ? ഇത്രയും, അതായത് നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ നശിപ്പിച്ച് കളയുന്നൊരു ടൈപ്പ് മൂവ്മെൻ്റാണിത്. നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് നമ്മളെ ഡയറക്ഷനിൽ വീണ്ടും പോകുന്ന കാണുമ്പോൾ അതിനും വലിയ ചതിയുണ്ടോ? ത്രീ മിനിറ്റ് ക്യാൻഡിൽ എന്താ സ്ഥിതി നോക്കട്ടെ. ഇവിടെ സ്ട്രോങ് ബൈയിങ് ഉണ്ട്. ഈ ഏരിയയിൽ ബയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും സെൽ സ്ട്രെങ്ത് വന്നിട്ട് ഇവിടുന്ന് വീണ്ടും തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാന്ന് പറയാം. മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആവാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമ്മളെ സമയം വെറുതെ പോവും. 1 അവർ ക്യാൻഡിൽ ഡോജിയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഒരു തരത്തിലും നമുക്ക് കണ്ടിന്യൂഷൻ എങ്ങനെയാണ് ഇനി വരാമെന്നുള്ളത് മനസ്സിലാവാത്ത രീതിയാണിത്. ഡോജി ക്യാൻഡിൽ, അത് ക്യാൻഡിലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡോജി ക്യാൻഡിൽ എന്താണെന്നുള്ളത്. സോ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണ 1 അവർ. നോട്ട് എ ഗുഡ് സൈൻ. ഇൻഫാക്ട് 30 മിനിറ്റ് ക്യാൻഡിൽ താഴെ, ഏതിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? ലെവലിൻ്റെ താഴെയാണ്. വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. മാർക്കറ്റിങ് എവിടെ പോയാലും വെയിറ്റ് ചെയ്യാൻ, കറക്റ്റ് നമുക്ക് പൊസിഷൻ കിട്ടാതെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇത് നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിച്ച ക്യാൻഡിലാണ് ഗൈസ്. പോകുന്ന നോക്കിയാൽ നമ്മുടെ ഡയറക്ഷനിലോട്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം മാർക്കറ്റിലെ സൈക്കോളജി എങ്ങനെ, ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാം നിങ്ങൾക്ക് കൂടെ ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ടും കൂടി ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ വീക്ക് ക്ലോസ് ചെയ്താൽ ഇൻഫാക്ട് ഗൈസ് ഞാൻ സെൽ ചെയ്യും.
ഐ എം ഗോയിങ് ടു സെൽ നൗ. കാരണം ഈ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യാത്തടത്തോളം ഇത് സെല്ലിലോട്ട് പോകാനാണ് കൂടുതൽ ചാൻസ്. കാരണം ഇവിടുന്ന് ഓൾറെഡി ബൈയിങ് വരാണെങ്കിൽ ഇത് കണ്ടിന്യൂഷൻ കറക്റ്റായിട്ട് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് ബൈയിങ് പോകണം. മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ സ്ട്രോങ് സെല്ലേഴ്സാണ്. അപ്പം വീണ്ടും സെൽ ലെവലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മുടെ റിസ്ക് കുറച്ച് വലുതാവും. ബട്ട് പുട്ട് ഹിയർ. $5 എടുക്കാം. മാർക്കറ്റ് വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. വൺ ഈസ്റ്റ് വൺ ആയാൽ ഞാൻ ഇത് കോസ്റ്റ് ആകും. നോ, ഓക്കെ ഓക്കെ, കമോൺ ക്ലോസ് ഡൗൺ, കമോൺ ബിറ്റ്കോയിൻ. പോട്ടെ അങ്ങോട്ടേക്ക്. ഓക്കെ, ഐ തിങ്ക് ഐ വിൽ മേക്ക് ഇറ്റ് റിസ്ക് ഫ്രീ. കാരണം അത്രയും വോളറ്റൈൽ മാർക്കറ്റിൽ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇരിക്കുന്നതിനോട് കാര്യമില്ല. നേരത്തെ ക്യാൻഡിൽ ക്ലോസിംഗ് എല്ലാം ഞാൻ പറഞ്ഞു, പക്ക ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തത്. നമ്മൾ അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ചുമ്മാ കയറി അടിച്ച് ഇത് ക്ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെങ്ത്ത് കാണുമ്പം നമുക്കെന്താ മനസ്സിലാകുന്നത്, ബയേഴ്സിനേക്കാളും ഇപ്പം സെല്ലേഴ്സ് സ്ട്രെങ്ത്തിലാണ്. ബട്ട് ഇൻഫാക്റ്റ് ഇവിടെ 15 മിനിറ്റ് ക്യാൻഡിലിനൊക്കെ ഇനി ഒരുപാട് ടൈമുണ്ട് ക്ലോസ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലെവലിലോട്ടും ഇതും ക്രോസ് ചെയ്തിട്ട് ഇവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്, ഈ സോൺ വരെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ അഥവാ കിട്ടുകയാണെങ്കിൽ ഒരു മിനിമം ആ ഒരു ലെവലിലോട്ട് വന്ന് ക്ലോസ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്തതാണ്. കാരണം നമ്മളെ ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യാതെ ചുമ്മാ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൽ ഇടയിൽ എവിടെയെങ്കിലും ട്രേഡ് ക്ലോസ് ചെയ്യുന്നതിനുണ്ട് എന്താ അർത്ഥം? ഒരു കാര്യമില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ക്ലോസിങ്. അറ്റ്ലീസ്റ്റ് നമ്മൾ റിസ്ക് ഫ്രീ ആക്കിയല്ലോ ട്രേഡ്. ഈ ട്രേഡ് എടുത്തിട്ടില്ല നമ്മൾ കരുതും, അഥവാ ഇത് സ്റ്റോപ്പ് ലോസ് പോയാൽ. ഇത് മിക്കവാറും സ്റ്റോപ്പ് ലോസ് പോകാനുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് തരുന്നത്. ഈ ക്യാൻഡിൽ ചിലപ്പം ഇപ്പം പ്രീവിയസ് ക്യാൻഡിൽ ഉണ്ടാക്കിയ അതേപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്, ഇതിൻ്റെ താഴെയല്ല ക്ലോസിങ് വന്നിട്ടുള്ളത്. ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഞങ്ങൾ, ഇത് ബയേഴ്സ് നേരത്തെ പ്രീവിയസ് ലെവലിൽ നിന്നും ബയേഴ്സ് ഉള്ള പോയിൻ്റാണ്. കറക്റ്റ് ആ പോയിന്റിൽ പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ്. വളരെ ചെറിയ ചാൻസ് ഉള്ളൂ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ. മിക്കവാറും മാർക്കറ്റ് കൊണ്ടുപോകും ഈ സ്റ്റോപ്പ് ലോസ്. ഇൻഫാക്റ്റ് വലിയ ടൈപ്പ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ $1 ഒക്കെ പോവും. ഇതിൽ വെച്ചിരിക്കുന്നത് 0.07 പ്ലസിലാണ്. ഇറ്റ് ഈസ് ലൈക്ക് ചില സമയത്ത് വലിയ സ്പൈക്കൊക്കെ വരാണെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് കാരണം ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് കോസ്റ്റ് ഔട്ടാവും.
പക്ഷെ ഇത്തരം ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും ബൈയിങ് അടിക്കുന്നതിനോടൊന്നും പ്രത്യേകിച്ച് ഒരു ലോജിക്കില്ല. ഞാൻ ഈ ട്രേഡ് എടുത്തതിൻ്റെ ലോജിക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇവിടുന്ന് ട്രേഡ് കണ്ടിന്യൂഷൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ലെവലിലോട്ട് വന്ന് ഇവിടെ റിജക്ഷൻ വന്നു, ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ വന്ന് ഇവിടെ ക്ലോസ് തരണം. ഇവിടെ ക്ലോസ് ചെയ്യാതെ ഇവിടുന്ന് ഇത്രയും വലിയ റിജക്ഷൻ തന്നിട്ട് താഴെ ക്ലോസ് ചെയ്താൽ ഉറപ്പായിട്ടും പിന്നെ സെല്ലിങ് കണ്ടിന്യൂഷനാണ് ചാൻസ്. അല്ലാത്ത പക്ഷം മാർക്കറ്റ് പിന്നെ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സെല്ലടിക്കുക, ബൈ അടിച്ചാലും സെല്ലടിച്ചാലും ഒക്കെ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളൂ. സീ ഗൈസ്. ഓക്കെ, നമ്മൾ അറ്റ്ലീസ്റ്റ് ആ കറക്റ്റ് വെച്ച സെയിം ഇതേ പോയിട്ടുള്ളൂ. നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടുമോ നോക്കാം. കിട്ടുകയാണെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ ലെവൽ നോക്കിയാൽ നിങ്ങൾ രണ്ടും, അതായത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഔട്ട് ചെയ്തു ഓൾറെഡി മാർക്കറ്റ്. വൺ മിനിറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻഡിൽ നോക്കിയേ. ഗൈസ്, പ്രോപ്പറായിട്ട് നമ്മൾ ക്ലോസിങ് കിട്ടാതെ ട്രേഡ് ഇപ്പം എടുത്താൽ ഡേഞ്ചറാണ്. കാരണം കഴിഞ്ഞ 15 മിനിറ്റ് ക്യാൻഡിലും നിങ്ങൾ കണ്ടു, ഇത്രയും വോളറ്റൈലായിട്ട് മൂവ്മെൻറ്റ് തന്നിട്ട് മാർക്കറ്റ് ഒരു പ്രോപ്പർ ക്ലോസിങ് അല്ല തരുന്നത്. സോ വെയിറ്റ് ഫോർ പ്രോപ്പർ ട്രേഡ്. ഇൻഫാക്റ്റ് ഗോൾഡ് നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഗൈസ്, ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നോക്കി ഞങ്ങൾ. ഫൈവ് മിനിറ്റ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കി. ഓ എൻ്റെ പള്ളി. 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കി നിൽക്കാൻ നല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒക്കെ ടൈമിൽ പോയിട്ട് കയറി കൊടുത്താലേ ഈ പശുമ്പാലിൽ പണി കിട്ടുമെന്ന് അറിഞ്ഞില്ലേ, ആ ലെവലിലാവും. ഈ ഏരിയ സ്ട്രോങ് ബയേഴ്സ് ഉണ്ടെന്നുള്ളത് കൺഫേം ആയി. ഇവിടെ വീക്ക് സെല്ലേഴ്സാണ്. സോ ഇവിടെ എല്ലാം വീക്ക് സെല്ലേഴ്സാണ്. പക്ഷെ ഇവിടെ നിന്നും ബൈയിങ് വരുന്നത് സ്ട്രോങ് ആണ്. കണ്ടില്ലേ, സ്ട്രോങ് ബൈയിങ് ഉണ്ട്. ഇൻഫാക്ട് നേരത്തെ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു, ബട്ട് വീണ്ടും ബൈയിങ് സൈഡിലോട്ട് പോയി. നമുക്ക് ഒരു ബൈയിങ് കിട്ടുമോ നോക്കാം. കാരണം ലോജിക് ബിഹൈൻഡ് ബൈയിങ് ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മാർക്കറ്റ് ഈ ലെവൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ലെവലിലോട്ട് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് അത് എപ്പം ടച്ച് ചെയ്യുന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പം ബൈയിങ്ങിലോട്ടാണ് പോകുന്നത്. ബൈയിങ്ങിൽ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. അത്ര ചെയ്യാൻ പറ്റുള്ളൂ.
മാർക്കറ്റ് റീറ്റെയിലേഴ്സിന് എൻട്രി തരാത്ത രീതിയിലാണ് പോകുന്നത്. അതായത് അത്രയും വോളറ്റൈലായിട്ടാണ് മൂവ്മെൻറ്റ് തരുന്നത്. അഥവാ മാർക്കറ്റ് ഇവിടുന്ന് എവിടുന്നെങ്കിലും സ്ലോ ഡൗൺ ചെയ്ത് ഈ ലെവലിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലിങ് ട്രേഡ് നോക്കാം. ഈ ലെവലിൻ്റെ താഴെ, ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടെമ്പററി ലെവലാണ്. ബട്ട് ഇൻഫാക്റ്റ് മാർക്കറ്റ് ബൈയിങ്ങിലോട്ട് തന്നെ പോകുള്ളൂ. ഇതിന് മുകളിലേക്കാണെങ്കിൽ ബൈയിങ്ങിലോട്ട് തന്നെ പോകുള്ളൂ. ബട്ട് ലെറ്റ്സ് സീ ഹൗ ദിസ് ക്ലോസിങ്. ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഒരു റിട്രേസ്മെൻറ്റ് വരുമോ നോക്കാം. ഓക്കെ, 3 മിനിറ്റ്സ് ക്യാൻഡലിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഈ 3 മിനിറ്റ് ക്യാൻഡലിൽ ഈ ഒരു EMA ടച്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ EMA ലെവൽ വരുന്നത് ഇവിടാണ്. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ EMA ലെവൽ ഇവിടാണ്. 15 മിനിറ്റ്സിൽ ക്ലോസിങ് ഏകദേശം പക്ക ഗ്രീൻ ക്യാൻഡിലാണ് തരാൻ പോകുന്നത്. മുകളിൽ നിന്ന് കുറച്ച് റിജക്ഷൻ ഉണ്ട് ആ പ്രീവിയസ് സെല്ലേഴ്സിൻ്റെ ഏരിയയിൽ നിന്നും. ബട്ട് വി വിൽ ട്രൈ ഫോർ എ ബൈയിങ് ട്രേഡ്. ഇത് EMA ടച്ച് ചെയ്യാതെ ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് വീണ്ടും റിജക്ഷൻ വരാണെങ്കിൽ ഇൻഫാക്റ്റ് ഞാൻ EMA വരെ ടാർഗറ്റ് വെച്ചിട്ട് ഒരു സെൽ ട്രേഡ് അടിക്കും. ബട്ട് ഇതിപ്പോൾ തന്നെ EMAയിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബൈ ചെയ്യും. EMA ടച്ച് ചെയ്തിട്ടില്ല ഗൈസ്. EMA ടച്ച് ചെയ്യുന്നതിന് മുമ്പേ ബൈയിങ് സ്ട്രെങ്ത് ഉണ്ട്, ബൈയിങ് വരുന്നുണ്ട് EMA ടച്ച് ചെയ്യുന്നതിന് മുമ്പ്. ബട്ട് ഇപ്പം തന്നെ കൊണ്ടുപോയി ബൈ അടിക്കാൻ വയ്യ, ഭയങ്കര റിസ്ക് കൂടും. ഇവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. EMAയുടെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. സോ ഐ എം അവോയ്ഡിങ് ദാറ്റ്. ഫൈവ് മിനിറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മിനിറ്റിൻ്റെ EMA ടച്ച് ചെയ്യണം. ഇൻഫാക്റ്റ് അത് ടച്ച് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ നമ്മൾ വെക്കും. അതല്ല, ഇവിടുന്ന് വീണ്ടും റിജക്ഷൻ വരാണെങ്കിൽ ഞാൻ സെല്ലടിക്കും. ഇവിടുന്ന് റിജക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിസ്ക് എടുക്കുകയാണെങ്കിൽ I'm going to take one risk, guys. ഈ സോണിൻ്റെ മുകളിലോട്ട്
ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 3 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാനുവലായിട്ട് ട്രേഡ് ക്ലോസ് ചെയ്യും. ക്ലോസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. നമ്മളെ റിസ്ക് ഈ ലൈനാണ്, റിവാർഡ് ഈ ലൈനാണ്. റിസ്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് $5 റിസ്ക് ഉണ്ടാവും മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ചിലപ്പം ഒരുപാട് വോളറ്റൈലിറ്റി മുകളിലോട്ട് കൊണ്ടുപോയി ക്ലോസ് ചെയ്യണമെങ്കിൽ ചിലപ്പം ഡിഫറൻസ് വരും. ബട്ട് ഗോയിങ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. ട്രേഡ് എടുത്ത സ്ഥിതിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക. നോർമലി ബൈയിങ് കണ്ടിന്യൂഷൻ തരണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലോട്ട് വന്ന് ക്ലോസ് തരേണ്ടതാണ്. ഇത് ഇൻഫാക്റ്റ് ഈ EMA ടച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും. ഇതിൽ ഓവർ റിസ്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയും ബൈൻ ട്രെൻഡിലാണ് നിൽക്കുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് സെല്ലടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ട്രേഡാണ്, റിവേഴ്സൽ ട്രേഡാണിത്. ക്യാൻഡിൽ വോളറ്റൈൽ ലെവലിലാണ് ഇത് തരുന്നതെങ്കിൽ, ഇപ്പം ക്ലോസിംഗ് ഒക്കെ വരുന്നതെങ്കിൽ മാനുവലായിട്ട് ഞാൻ ട്രേഡ് കട്ട് ചെയ്യും.
5 മിനിറ്റ് എങ്ങനെ ക്ലോസിങ് നോക്കാം. 2 more minutes left. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ക്ലോസിങ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. അഥവാ EMIയുടെ താഴെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യും. അതല്ല EMI നിന്ന് ഒരു റിജക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ക്ലോസ് ചെയ്യാം. EMI എന്ന് റിജക്ഷനാണ് വരുന്നത് ഗൈസ്. അറ്റ്ലീസ്റ്റ് ഒരു $10 പ്രതീക്ഷയിലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ ലെവൽ ആയിരുന്നു പ്രതീക്ഷ. ഷിറ്റ്, EMI റിജക്ഷനാണ് ഗൈസ്. ബട്ട് സ്റ്റിൽ റെഡ് ക്യാൻഡിലാണ്. നമ്മൾ ഒരൊറ്റ ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, come on, go down, 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 come on, come on, come on, gold. Yes, I'm closing it guys. കാരണം ഗ്രീഡി ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ബൈയിങ് മാർക്കറ്റാണ്. ഇൻഫാക്ട് ഞാൻ ഇവിടുന്ന് ഒരു ബൈയിങ് അടിക്കുകയാണ്. റീസൺ ബിഹൈൻഡ്, നമ്മൾ ഇത്രയും സ്ട്രോങ് ബൈയിങ്ങിൻ്റെ ശേഷമാണ് നമ്മൾ നേരത്തെ സെൽ ട്രേഡിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ EMIയുടെ താഴെ വെക്കാം, വിച്ച് ഈസ് 3.87. ഓക്കെ, സ്പ്രെഡ് എടുക്കാൻ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. സോ ഈ ട്രേഡിൻ്റെ ബിഹൈൻഡ് ലോജിക് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഫാസ്റ്റ് അടിക്കാതെ ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ബൈയിങ് ആണ്, ബൈയിങ് ഇത്രയും സ്ട്രോങ് ബൈയിങ് ആണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബൈയിങ് സൈഡിലോട്ടാണ് ട്രേഡ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടുന്ന് നമുക്ക് ഇങ്ങനൊരു റിവേഴ്സൽ വന്നു. പിന്നെ മാർക്കറ്റ് സ്ലോ ആയി, ഇവിടുന്ന് സ്ലോ ആയി, ഈ ക്യാൻഡിൽ തന്നു. ആ സമയത്താണ്, ഇവിടുന്ന് റിജക്ഷൻ വരുന്ന സമയത്താണ് ഞാൻ റിസ്ക് എടുത്തിട്ടുള്ളത് സെല്ലിന്. നമുക്കത് എത്ര $, പ്രോഫിറ്റ് തന്നു? $8 പ്രോഫിറ്റ് തന്നു. ഓക്കെ, ഇപ്പം ഞാൻ റിസ്ക് എടുക്കുന്നത് ആ പ്രോഫിറ്റിൽ നിന്ന് റിസ്ക് എടുക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. 3.87, അതായത് അതിൻ്റെ പകുതി ഞാൻ റിസ്ക് എടുക്കുകയാണ് നെക്സ്റ്റ് ഡോളറിന്, നെക്സ്റ്റ് ട്രേഡിന്. സോ ലെറ്റ്സ് സീ ഈ ട്രേഡ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് EMIയുടെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും അറ്റ്ലീസ്റ്റ് ഈ ലെവലിലോട്ട് ടാർഗറ്റ് കിട്ടേണ്ടതാണ്. ഇത് മുകളിൽ ക്ലോസ് ചെയ്യണം. ഇത് താഴെയാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ വെരി ഹൈ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകും.
EMAയുടെ താഴെ ക്ലോസ് ചെയ്തു ഗൈസ്. ബാഡ് സൈൻ. ബട്ട് 9 EMAയുടെ താഴെയാണ്. 20 EMA ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. 20 EMAയുടെ മുകളിലാണ് ക്ലോസിങ്. ലെറ്റ് സി. ഒന്നുകൂടെ 20 EMA ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് തന്നെ റിജക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല 20 EMAയുടെ താഴോട്ടേക്ക് വരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകും. ഞാൻ ഈ ട്രേഡ് അഥവാ ലോസിൽ, കഴിഞ്ഞ ട്രേഡ് അഥവാ ലോസിലാണ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ലോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലോസ് ഇൻഫാക്റ്റ് ഇതല്ല, ഇത് ഇന്നലത്തെ ട്രേഡ് അല്ലായിരുന്നു. ഓക്കെ, ഈ ട്രേഡ് നമ്മൾ ഇന്നെടുത്ത ട്രേഡല്ലേ. ഇത് നമുക്ക് 2.44 ലോസ് തന്നു. സെക്കൻഡ് ട്രേഡ് കോസ്റ്റ് നമ്മൾ കട്ടായി. ഇൻഫാക്റ്റ് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കാണിച്ചിരുന്നു BTCയിൽ. പക്ഷേ വോളറ്റൈൽ മാർക്കറ്റിൽ നമ്മൾ വെറുതെ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അത് പിന്നെ അവിടുന്ന് നമ്മൾ ഒഴിവായി ഇറങ്ങിപ്പോന്നു. ഇപ്പം ഗോൾഡിൽ നമ്മൾ $8 പ്രോഫിറ്റ് മെയ്ഡ് ചെയ്തതിനോട് മാത്രമാണ് ഞാൻ നെക്സ്റ്റ് ട്രേഡ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ലായിരുന്നു. ആ രണ്ടും ലോസിലാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ലായിരുന്നു. ഇൻഫാക്റ്റ് ഓക്കെ, സി ഗൈസ്, ഞാൻ സ്റ്റോപ്പ് ലോസ് അവിടെ ഇട്ടിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ബൈയും കൂടെ എടുക്കുകയാണ്. ലാസ്റ്റ് ട്രേഡാണിത്. കാരണം ഇവിടെ ഒരു ലെവലാണ്. ഈ ലെവൽ ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം പിന്നെ സെൽ പ്രതീക്ഷ മതി. അല്ലാത്തടത്തോളം ബൈയിങ്ങിനാണ് ചാൻസ്. സോ ഇവിടുന്ന് താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ ഞാനിത് ട്രേഡ് കട്ട് ചെയ്യും. ഐ വാസ് എക്സ്പെക്റ്റിംഗ് ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് 20 EMAയുടെ മുകളിൽ ക്ലോസിങ് തരുന്നതായിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. ലെറ്റ്സ് സീ. മാർക്കറ്റ് വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് തരുന്നത് ഗൈസ്. വോളറ്റൈൽ മൂവ്മെൻറ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ക്ലോസിങ് വരെ ഒരുപാട് താഴത്തേക്കായിരിക്കും. സോ ആ സമയത്ത് നമുക്ക് ഒരുപാട് വലിയ റിസ്ക് ആയിരിക്കും വരിക. $15 minutes സ്റ്റിൽ ലുക്കിംഗ് ഗുഡ്. കാരണം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ഈ റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ടില്ല ക്ലോസിങ്. സോ സ്റ്റിൽ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഇതുവരെയെങ്കിലും നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ടതാണ്. ഈ ഒരു ലെവൽ വരെയെങ്കിലും നോക്കാം. സി ഗൈസ്, ഇറ്റ്സ് വെരി വോളറ്റൈൽ. നമ്മൾ മിക്കവാറും ട്രേഡ് ക്ലോസ് ചെയ്യേണ്ട സമയമായി. ലെറ്റ്സ് സീ ഹൗ ദിസ് 5 minute candle works. ഓൾറെഡി സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ എടുത്തു. ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. ഇവിടുന്ന് ബൈ ചെയ്തവരൊക്കെ എക്സിറ്റ് ചെയ്ത് കാണും ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ മൂവ്മെൻറ്റിൽ. സോ കൂടുതൽ ചാൻസും ഇനി ബൈയിങ്
പോകാനാണ് ലോജിക്കലി ബൈങ് പോകാനാണ് ചാൻസ്. ബട്ട് മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. നമ്മളെ റിസ്ക് നോക്കുക, അത്രേ ഉള്ളൂ. റോങ് ആയിട്ട് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇനിയും താഴോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഫാക്റ്റ് നമുക്കിതിൽ $5 വരെ കാണിച്ചു കേട്ടോ പ്രോഫിറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു $10 ക്ലോസ് ചെയ്യാൻ പറ്റണം എന്നാണ് ഒരാഗ്രഹം. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ അറ്റ്ലീസ്റ്റ്, വിച്ച് ഈസ് $14. പക്ഷേ ഇത് കറക്റ്റ് EMIയുടെ മുകളിൽ ക്ലോസിങ് തന്നാൽ മാത്രം പ്രതീക്ഷ മതി ഈ ട്രേഡ്. ഇൻഫാക്ട് ഞാൻ റിസ്ക് ഫ്രീ ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ മാനുവലായിട്ട് കട്ട് ചെയ്യാം അഥവാ ട്രേഡ് റിവേഴ്സൽ വരാണെന്നുണ്ടെങ്കിൽ. എത്ര പേരെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്താണ് ഇവിടുന്ന്. റിവേഴ്സൽ വരല്ലേ അവിടുന്ന്. കമോൺ ഗോൾഡ്, മുകളിൽ ക്ലോസിങ് താ. കമോൺ റിവേഴ്സൽ തരാണല്ലോ. യെസ്, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പം ഇന്നത്തെ ട്രേഡ് നിർത്താണ്. നമ്മളെ ടാർഗറ്റ് ഞാൻ ഓൾറെഡി നമ്മൾ തുടങ്ങുമ്പോൾ എത്രയിലായിരുന്നു? 60-ലായിരുന്നു. നമ്മളിപ്പോൾ 75-ലെത്തി ഓൾറെഡി. $15 പ്രോഫിറ്റിലാണ് ഇന്നത്തെ ഡേ ക്ലോസിങ്. സോ ഇന്നത്തെ ട്രേഡ് എല്ലാം നിങ്ങൾ കണ്ടു. അതിൻ്റെ ബിഹൈൻഡ് സൈക്കോളജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ട്രേഡെല്ലാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബിറ്റ് കോയിനിൽ ഫസ്റ്റ് ട്രൈ ചെയ്തു, ബട്ട് ബിറ്റ് കോയിൻ ഭയങ്കര വോളറ്റൈലായിട്ട് മൂവ്മെൻ്റ് വന്നു. സോ ഞാനത് അവോയ്ഡ് ചെയ്തു. ഇപ്പോഴും ആ റേഞ്ചിലാണ് ബിറ്റ് കോയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോൾഡ് ചെക്ക് ചെയ്ത സമയത്ത് ഗോൾഡിൽ നല്ലൊരു ബൈയിങ് മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ഭയങ്കര സ്ട്രോങ് ബൈയിങ് ക്ലോസ് ഇവിടെ ചെയ്തു. പിന്നെ അത് മാർക്കറ്റ് സ്ലോ ആവുന്ന കണ്ടപ്പം ഉറപ്പാണ് ആ സ്ലോ ഒരുപാട് നേരം, ഇപ്പോൾ 1 മിനിറ്റിലൊക്കെ ഒരുപാട് നേരം സ്ലോ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് മിക്കവാറും അത് EMI ടച്ച് ചെയ്യുന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു EMI വരെ ഒരു സെൽ ട്രേഡ് എടുത്തു. ഹൈലി റിസ്ക്കാണ് അത്. നിങ്ങളെ ഒരിക്കലും ഞാൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ റിസ്ക് എടുക്കാൻ കാരണം എൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. $60 എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഇനി അഥവാ ഒരു സ്പൈക്ക് അടിച്ച് മുകളിലേക്ക് പോകണമെങ്കിലും ഒരു $10 ഒക്കെ നമുക്ക് സ്പൈക്ക് വരാണെങ്കിൽ പോലും ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ഞാനത് കട്ട് ചെയ്യും അവിടുന്ന്. ഈവൻ ഇനിയിപ്പം 10 അല്ല, വലിയ സ്പൈക്ക് വന്ന എന്തെങ്കിലും ന്യൂസ് കാരണം $30 പോയാലും സ്റ്റിൽ എൻ്റെ ബാലൻസ് പകുതി $30 സ്റ്റിൽ ഉണ്ടാവും. ഞാൻ 0.01 ലോട്ടിലാണ് എടുക്കുന്നത്. ഈവൻ ദോ എൻ്റെ ഇത് ലിവറേജ് 1:2000 ആണ്. ഗൈസ്, ഒരു കാരണവശാലും നിങ്ങൾ ഇത്രയും ലിവറേജിൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല മാർക്കറ്റിൽ, നിങ്ങളെ സൈക്കോളജി പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ലിവറേജിൽ ട്രേഡ് ചെയ്യരുത്. ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇത് ഞാൻ ഹോണസ്റ്റായിട്ട് പറയാണ്. അതിന് കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഈ ലിവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ എന്തിനാണ് ഇവിടെ ഇത് ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഓൾറെഡി നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ വീണ്ടും ബൈയിങ് വന്ന് കാണും മാർക്കറ്റിൽ. ആ ബൈ ചെയ്തവരെ മൊത്തം ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പഠിക്കണം. ഞാൻ ഇൻഫാക്റ്റ് സിസ്റ്റത്തിലായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ടേക്ക് പ്രോഫിറ്റ്. അപ്പം ഇതിനിപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഒറ്റയടിക്ക് ഇനി ടാർഗറ്റ് തന്നോളന്നില്ല. വിച്ച് ഈസ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയായിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്?
ഈ സിസ്റ്റം കുറച്ച് സ്ലോ ആയി ഗൈസ്. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ടാർഗറ്റ്, അഥവാ ഇത് പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് മുകളിൽ ഈ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് തരാണെങ്കിൽ മാത്രം ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ചാനലിൻ്റെ അടുത്ത ലെവലിലോട്ടാണ്. അതായത് 15 മിനിറ്റിൽ ഞാൻ പറഞ്ഞ അതേപോലെ 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടാണ് പിന്നെ താഴോട്ടേക്ക് പോയത്. ഞാൻ നേരത്തെ ഈ ട്രേഡ് വീഡിയോ ഫുള്ള് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ പക്ക ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 മിനിറ്റിൽ ലുക്കിംഗ് ഗുഡ് എന്ന്. കാരണം ഇത് എൻഗൾഫ് ചെയ്യാതെ ക്ലോസ് ചെയ്തു. പിന്നെ ഈ ക്യാൻഡിൽ അടുത്തത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു 15 മിനിറ്റിൽ ലോജിക്കലി ഈ ഒരു ലെവലിൽ വരെയെങ്കിലും വരണമെന്ന്. അത് കറക്റ്റ് ആ ലെവൽ കീപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോലെ വരുന്നുണ്ട് ഇങ്ങനെ ഈ സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അത് ട്രെൻഡ് ലൈൻ ചില സമയത്ത് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ചെറിയ ഷോർട്ട് ടൈം ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇനി അഥവാ ഇത് കീപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ലൈൻ ഇങ്ങനെ ഇവിടുന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ ഇനി മാർക്കറ്റ് ചില സമയത്ത് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് നമുക്ക് ഇനിയും എനർജി കളയാൻ വയ്യ. സോ ഇപ്പം തന്നെ 1 hour വീഡിയോ ആയി. ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി മറ്റൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ഈ $10,000 to $10,000 ചാലഞ്ചിൻ്റെ എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെയും സൈക്കോളജി, ഞാനും മനുഷ്യനാണ്. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഓവർ റിസ്കി ട്രേഡ് എടുത്ത് ഇത് വൈപ്പ് ഔട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പോലും അറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാണ് മാക്സിമം ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാനും ഗാംബ്ലിങ് പോലത്തെ ട്രേഡിങ് ചെയ്യാതിരിക്കാനും. ഓക്കെ, ട്രേഡിങ് ഗാംബ്ലിങ് ആവുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞു എങ്ങനെയാണ് ട്രേഡിങ് ഗാംബ്ലിങ് ടൈപ്പിലേക്ക് പോകുക എന്നുള്ളത്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക ഗൈസ്. ഒരു കാരണവശാലും നമ്മൾ ഹാർഡ് ഏൺ മണി കൊണ്ടുപോയിട്ടിട്ട് ഇതിൽ കളയരുത്. സോ ഞാൻ ഇൻഫാക്റ്റ് $10 ഇട്ടിട്ട് $75 എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇപ്പം വിചാരിക്കുന്നുണ്ടോ $100 ഇട്ടാൽ $1,000 ഇപ്പം ഏകദേശം എത്താനായി കാണും. ബട്ട് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ എടുക്കുന്ന റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ $10 തൊട്ട് എടുക്കുന്ന റിസ്ക് 0.01 ഞാൻ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പതുക്കെ പതുക്കെ ഞാൻ കൂട്ടുന്നുണ്ട്. ഞാൻ ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ട്രേഡ് ഞങ്ങൾ വീഡിയോ കണ്ടാലറിയാം, ഞാൻ റിസ്ക് 0.05 വരെ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് എൻ്റെ ക്യാപിറ്റൽ എൻ്റെ ആ സമയത്ത് $40 $45 ഉള്ള സമയത്തായിരുന്നു ഞാൻ അത്രയും 0.05 എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വോളറ്റൈലായിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവും. ബട്ട് ഞാൻ കറക്റ്റ് പോയിൻ്റിൽ നിന്ന് റിസ്ക് എടുത്ത് വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ മാർക്കറ്റ് പാതാളത്തിലോട്ട് പോയാലും ഞാൻ ട്രേഡ് എടുക്കില്ല. കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, വോളറ്റൈലാണ്. ഇങ്ങനെയുള്ള വോളറ്റൈൽ മാർക്കറ്റിൽ ചിലർ പറയും നല്ല അടിപൊളിയായിട്ട് സ്കാൽപ്പിങ് ചെയ്യാൻ പറ്റും. അതിൽ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഞാനിപ്പോൾ നേരത്തെ ട്രേഡ് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്താൽ കാണാം. ഇത് ലാസ്റ്റിലോട്ടൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ കാണാം ഞാൻ BTCയിൽ ട്രേഡ് എടുത്തിട്ട് മിണ്ടാതിരുന്നത്. BTCയിൽ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ ഇത്രയും ക്യാൻഡിൽ നമുക്ക് ഏകദേശം $20 അടുത്ത് പ്രോഫിറ്റ് കാണിച്ചിരുന്നു സിസ്റ്റത്തിൽ. എന്തായാലും $10-15 മേലോട്ട് പ്രോഫിറ്റ് കാണിച്ചിരുന്നു. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അഥവാ ക്ലോസിങ് താഴെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിരുന്നു ഇത് താഴെ ക്ലോസിങ് വരാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ബ്രേക്കൗട്ടായി കണക്കാക്കാം. അത് നേരെ പിന്നെ എന്തായാലും ഏകദേശം ഈ ഒരു ലെവലിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വലിയ ടാർഗറ്റ് കിട്ടും. എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾക്ക് ഒരിക്കലും ഇൻക്രീസ് ആവില്ല. നമ്മളെ പ്രോഫിറ്റ് നമ്മൾ കറക്റ്റായിട്ട് ആ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഗൈസ്, എത്ര നല്ല ഡിസിഷനാണ് എടുത്തതെന്ന്. ഇവിടുന്ന് ക്ലോസ് ചെയ്യുന്ന ആ ഡിസിഷൻ എത്ര പെർഫെക്റ്റ് ആയിരുന്നു. സോ ഇനി നാളെ കാണാം ഗൈസ്. സീ യു ഓൾ. ബൈ.